നമ്മൾ യു കെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികളെ അടിക്കാൻ പാടില്ല, ഞുള്ളാൻ പാടില്ല, അന്നേരം അവർ പോലീസിനെ വിളിക്കും. അവിടെ ചെന്ന കുട്ടികളുടെ അവസ്ഥ അറിയുമ്പോൾ നമ്മൾക്ക് ആരോടും നമുക്ക് പോകാൻ പറയാൻ തോന്നില്ല. ഏജൻസികൾ ഇതിനെ ഒരു ബിസിനസ്സാക്കി. ആദ്യം പോയ കുറച്ച് പേർക്ക് ഈ ജോലി കിട്ടി. പക്ഷെ ഇപ്പം ചെല്ലുന്ന ആർക്കും വർക്ക് പെർമിറ്റ് കിട്ടി അവിടെ നിൽക്കാനുള്ള ചാൻസ് ഇല്ല. ഭയങ്കര ചിലവാണ് അവിടെ. ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മുറിക്കുള്ളിൽ 6 പേര് താമസിക്കുന്നു. അത് പകലും രാത്രിയും ഷിഫ്റ്റ് എടുത്ത്, അതായത് നൈറ്റിൽ പോകുമ്പോൾ പകൽ ആ റൂമിൽ ആൾ താമസിക്കും. ഇവിടെയുള്ള ഓരോ വീട്ടിൽ നിന്ന് ഒരു കൊച്ചുണ്ടാവും. ഇപ്പോൾ യു കെയിൽ ആ പൈസയും പോയി, ജോലിയുമില്ല, അവർക്കൊന്നും ചെയ്യത്തില്ലാത്ത അവസ്ഥയിൽ ഇല്ലീഗലായി പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ലൈഫ് തീർന്നു പോകും അതോടെ. 1 വർഷത്തെ MBA കോഴ്സിന് പോകുന്ന അതൊക്കെ വലിയ നല്ല യൂണിവേഴ്സിറ്റി ഒന്നും ആയിരിക്കില്ല. ഏതെങ്കിലും ഈ പൈസ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂക്കൽ യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരിക്കും. അവിടെ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെയും നല്ല ജോലി കിട്ടില്ല, ലോകത്തൊരിടത്തും നല്ല ജോലി കിട്ടില്ല. ഫുഡ് ബാങ്ക് അല്ലെങ്കിൽ അമ്പലത്തിലെ അന്നദാനം അങ്ങനെയൊക്കെ ഉള്ള വെച്ചിട്ടാണ് കുട്ടികൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് ഇവിടുന്ന് പോകുന്ന എല്ലാവരും സ്വർഗത്തിലൊന്നും അല്ല അവിടെ. ഇനിയിപ്പോൾ ഒരു സ്റ്റുഡൻസിനോട് ഞാൻ UK പോകാൻ പറയില്ല ഈ ഒരു സമയത്ത്.